ഫ്ലവർ പറയാനായിട്ട് ശ്രീ ടി വി ജോബിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഷാബു മാഷ്, അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ ഉദ്ഘാടകൻ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു എം തോമസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ജോൺസൺ മാഷ്, ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ബാപ്പുട്ടി കോട്ടയ്ക്ക്, അതുപോലെ തന്നെ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന അമൃതാലാൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, സർവോപരി ഇവിടെ ഇന്ന് ഈ കരാട്ടെ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് ട്രേഡിങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഗ്രേഡിംഗ് നടത്തുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വളരെ മനോഹരമായി ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 15 കാലമായി നമ്മുടെ ഗ്രാമപ്രദേശത്തിന് ഒരു തിലകക്കുറിയായി പ്രവർത്തിച്ചു വരുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ അക്കാദമി. ഇവിടെ ഒട്ടേറെ ആളുകൾക്ക് കരാട്ടയിൽ നല്ല രീതിയിൽ പരിശീലനം നൽകി നമ്മുടെ ഗ്രാമത്തിന് അഭിമാനകരമായി മുന്നേറുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് നമ്മുടെ ഈ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് നമ്മുടെ ഇവിടെ കരാട്ടെ അഭ്യസിക്കുന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദീർഘമായ ഒരു പ്രസംഗത്തിന് താല്പര്യപ്പെടുന്നില്ല. എന്നിൽ നിശബ്ദമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ചീഫ് ഇൻസ്ട്രക്ടർ ശ്രീ ഷാബു മാഷ്, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അദ്ദേഹം ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിശീലനം നൽകുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും, ഉടൻ തന്നെ അത് തിരുത്തിക്കൊടുത്ത് വളരെ നല്ല രീതിയിൽ കരാട്ടെ പരിശീലിപ്പിക്കുന്നത് പലപ്പോഴും നേരിൽ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകുന്ന പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമായ രീതിയിലാണ് അദ്ദേഹം പരിശീലനം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ആ പരിശീലനം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ചീഫ് ഇൻസ്ട്രക്ടർ ശ്രീ ഷാബു മാഷ്, നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അദ്ദേഹം ഏതെങ്കിലും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിശീലനം നൽകുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും, ഉടൻ തന്നെ അത് തിരുത്തിക്കൊടുത്ത് വളരെ നല്ല രീതിയിൽ കരാട്ടെ പരിശീലിപ്പിക്കുന്നത് പലപ്പോഴും നേരിൽ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകുന്ന പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമായ രീതിയിലാണ് അദ്ദേഹം പരിശീലനം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ആ പരിശീലനം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഔപചാരികതയുടെ പേരിൽ ശ്രീ ഷാബു മാഷിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ
നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു എം തോമസ്. ഇലക്ഷൻ കാലമാണ്, ഞായറാഴ്ചയാണ്, ഒട്ടേറെ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ സ്ഥാപനത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രേഡിംഗ് എക്സാമിനറും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണവുമെല്ലാമായി എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ കേരള ചീഫ് കൂടിയായ ശ്രീ ജോൺസൺ മാഷ് സമയബന്ധിതമായി തന്നെ ഇവിടെ ആ 10 മണിക്ക് മുമ്പ് തന്നെ ഒട്ടേറെ തിരക്കുകളുണ്ടെങ്കിലും ഇവിടെ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിനും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ നേരുവാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്ന ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 11ാം വാർഡ് മെമ്പർ ശ്രീമതി ഉമാദേവി സോമന് ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് എത്തിച്ചേരുവാൻ സാധിച്ചില്ല എന്നുള്ള വിവരം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ബാപ്പുട്ടി കോട്ടയ്ക്കൽ ഇവിടെ ഗ്രേഡിംഗ് നൽകലൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന നമ്മുടെ ബാപ്പുട്ടി കോട്ടയ്ക്കൽ മാഷിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും സർവോപരി ഈ പരിശീലനത്തിൽ ഗ്രേഡിംഗിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഷോർട്ട് അക്കാദമിയുടെ ഒരു വിഷയം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സാബു കെ അവർ, ബഹുമാനപ്പെട്ട ഗ്രേഡിംഗ് എക്സാമിനർ ശ്രീ ജോൺസൺ സാർ, സ്വാഗത പ്രാസംഗികൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ ടി വി ജോമൻ, ബഹുമാനപ്പെട്ട ബാബുട്ടി, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ മഹത്തരമായ ഒരു ചടങ്ങിന് സാക്ഷിയാകാനാണ് ഞാൻ നിങ്ങളിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ സ്വയരക്ഷാ പരിശീലനം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇന്ന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക്. ആ കുട്ടികളെ സ്വയരക്ഷാ പരിശീലനത്തിന് അയക്കുക എന്നുള്ളത് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കാരിയാണ്. സ്വന്തം കുടുംബത്തിൽ പോലും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിന്നും ചെയ്യുന്നത്. ഒട്ടേറെ കേൾക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം സ്വയരക്ഷാ പരിശീലനം ആവശ്യമാകും. നിങ്ങളുടെ ഈ സന്തോഷവും നിങ്ങളുടെ ഈ ആഘാതവും കണ്ടപ്പോൾ ഞങ്ങളുടെ ക്ഷീണം മാറി. അത്ര നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഇൻസ്ട്രക്ടറായ ഓഫീസേഴ്സായിരിക്കും, അതിന് പ്രേരകമായ ഓഫീസേഴ്സായിരിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ
അതിൻ്റെതായ കുറെ പ്രശ്നമുണ്ട്. അതെല്ലാം ഏറ്റെടുക്കുകയും ഭംഗിയായി ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്തതിന് സാബു അഭിനന്ദനമായിരുന്നു. കൂടുതൽ ഈ രക്ഷകർത്താക്കളുടെ ഒരു സഹകരണം അവരുടെ ആരോഗ്യം അനുസരിച്ച് പരിശീലനം ചെയ്യാവുന്ന അപൂർവം അയോധന കലകളിൽ ഒന്നാണ്. 90 വയസ്സായ ആളും 80 വയസ്സായ ആളും 10 വയസ്സായ ആളും ഒരേപോലെ പരിശീലനം ചെയ്യുന്ന ഒരു കല ഉണ്ടെങ്കിൽ അത് കരാട്ടെ മാത്രമാണ്. എന്റെ വ്യക്തിപരമായ നിലയിലും കേരള ചികിത്സ നിലയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ എന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ജോൺസൺ മാഷ് അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാഷ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഉയർത്തി പറയുകയല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളിമമായിട്ടുള്ള കുട്ടികളോട് വളരെ വാത്സല്യം കാണിച്ചിട്ട് നിൽക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോ അത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് കരാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാഷി എന്ന നിലയിൽ, അല്ലാതെ എന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ജോൺസൺ മാഷ അണ്ടറിൽ അഫിലിയേഷൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല എന്നോട് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാർഷൽ ആർട്സുമായിട്ടുള്ള ആ ഒരു ആവേശം, ഉന്മേഷമാണ്. പല മാർഷൽ ആർട്സും പ്രാക്ടീസ് ചെയ്ത് അതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രക്ഷിതാക്കള് ഈ അക്കാഡമിയിൽ ബ്ലാക്ക് ബെൽറ്റ് വരെ കിട്ടുന്നത് വരെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഗ്രേഡിങ്ങും ബ്ലാക്ക് ബെൽറ്റ് വരെ ഞാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഞങ്ങൾ കോട്ടയ്ക്കൽ അക്കാഡമി ആണെങ്കിലും എന്റെ ഹെഡ് ഓഫീസായിട്ടുള്ള പെരിന്തൽമണ്ണ കരാട്ടെ ക്ലാസിന്റെ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും എല്ലാ സംഗതികളും ഞങ്ങൾ ഈ അക്കാഡമിക്ക് പ്രത്യേകിച്ച് സാബു സാറിന് ഞങ്ങൾ നൽകുന്നതാണ്. ഈ പ്രാവശ്യം ഇതുവരെ നമുക്ക് തീയോ അഫിലിയേഷൻ ഇല്ലായിരുന്നു. ജോൺസൺ മാഷ് ഒരുപാട് സാബു മാഷിനെ വിളിക്കും ഡയറി. ചെറിയൊരു കാര്യം, നമ്മുടെ ഹാദിയ ഹമീദ്, മിർസ ഫാത്തിമ, അഫീഫ ഇൻസാന പിയെ, ഹാദൽ ലക്ഷ്മി ആർ, സഞ്ജുഗിത സാജിൻ, ആരതിയ പി എസ്, അലീന സാബു, നിരഞ്ജന ഡി, വേഗത്തിൽ വരണം കേട്ടോ വിളിക്കുന്ന ആളുകൾ. രോഹിൻ രാകേഷ്, അദീന സി എ, അങ്ങനല്ലേ, സൂരജ്, നിവേദ്യ കൃഷ്ണ, അനന്തകൃഷ്ണൻ എസ്, ആബൽ ശോഭി, വൈഷ്ണവ് നിങ്ങളെ, അനയ് രൂപേഷ്, സൂര്യ കിരൺ കെ എസ്, ആര്യദേവ് നിഷ,
ജീഫ് ജോമോൻ, ജീഫ് ജോമോൻ, ഗൗതം കൃഷ്ണ, രോഹിത് ജോൺസൺ, ധാനുഷ് ദിലീപ്, നിരഞ്ജൻ ഇ വി, നിരഞ്ജൻ, റിസ്വാൻ കെ ജെ, നന്ദുകൃഷ്ണ, നന്ദുകൃഷ്ണ, ഹരികൃഷ്ണ വി പി, ബാദുഷാ ഫാദിൽ, അഭിജിത്ത് അഭിലാഷ്, സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും ഷോട്ടോക്കൻ കരാട്ടെ അക്കാദമി താലിമറ്റത്തിന്റെ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങ് സമാപിച്ചതായി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.